പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വഴിത്തിരിവ് വന്നു സംഭവിച്ചിരിക്കുകയാണ്. കാര്യങ്ങളറിയാൻ ഇടയായതിനെ തുടർന്ന് ക്രിഷ് വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ കാത്തിരുന്നതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചത്. അവളുടെ ചതി അത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി അധികനാൾ അവൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് എനിക്കുറപ്പുണ്ട്. നമ്മൾ ഇനി കാര്യങ്ങൾ ശ്രദ്ധയോടെ നീക്കണം. ആന്റിയമ്മയുടെ നീക്കങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്തായാലും സാഗറിനോട് സത്യങ്ങൾ പറയണം ക്രിഷ്. സാഗറുമായുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. കൺമണി, എനിക്ക് അച്ഛനുമായി ഒരു പ്രശ്നവുമില്ല. അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? കൺമണി തന്നെ പറയൂ. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്തായാലും സാരമില്ല. കാര്യങ്ങൾ മുന്നിലേക്ക് പോകട്ടെ. ഞാൻ അച്ഛനോട് ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടൊന്നുമല്ല നടക്കുന്നത്. അത് നീയും മനസ്സിലാക്കണം. അത് എനിക്കറിയാം കൃഷ്. അച്ഛനല്ലേ, കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് കൃഷും തയ്യാറാകണം. ശരി, കൺമണി പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് വേണ്ട. കാര്യങ്ങൾ നീ വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ. ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് കൺമണിക്ക്. പക്ഷേ ഇതിനിടയിലാണ് സാഗർ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കണം എന്ന് ആലോചിക്കുന്നത്. ചുറ്റും ശത്രുക്കൾ തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവരെ ബുദ്ധിപൂർവം നേരിടുകയാണ് ഇപ്പോൾ വേണ്ടത്. എടുത്തുചാടി എന്തെങ്കിലും ചെയ്താൽ തിരിച്ചടി ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കണം. ഇനി ആരൊക്കെയാണ് കൂടെ നിൽക്കുന്നത് എന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇതേ തുടർന്നാണ് വീണ്ടും സാഗറിനെ കാണുന്നതിനായി ഇപ്പോൾ ബലരാമൻ വരുന്നത്. ഇതോടെ ബലരാമനോട്, ബലരാമ, നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനില്ല. ആ കാര്യം ഞാൻ മുന്നേ പറഞ്ഞതാണ്. പിന്നെ വീണ്ടും എന്തിനാണ് നീ ഇവിടേക്ക് വന്നിട്ടുള്ളത്? ദയവായി നീ തിരികെ പോകണം എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. മനസ്സിലായോ? എനിക്ക് നിന്നോട് ഇനി ഒന്നും തന്നെ സംസാരിക്കാനില്ല. അതാണ് സത്യം. അതുകൊണ്ട് നീ ഇനി ഇവിടെ നിന്ന് പോയിക്കൊള്ളൂ. അച്ഛാ, അച്ഛൻ എന്നോട് അങ്ങനെ പറയരുത്. ഞാൻ അച്ഛനോട് ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? നീ പോയിക്കോളൂ. ഇതോടെ ബലരാമനാകെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് മാനസ ഇപ്പോൾ സുമിത്രയെ കണ്ടുമുട്ടുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.